നോർത്ത് സ്റ്റഡി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ UK, കാനഡ, ഓസ്ട്രേലിയ, അതുപോലെ USA ഇങ്ങനെയുള്ള കൺട്രീസിനെ പറ്റിയാണ് കൂടുതൽ ധാരണ. സോ ഇതിൽ നിന്നൊക്കെ മാറി വേറൊരു കൺട്രീനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ലാറ്റ്വിയയിലാണ്. ആൻഡ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നതും എന്തുകൊണ്ട് ഞാൻ ലാറ്റ്വിയ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. സോ ഹായ് എവറി വൺ, മൈ നെയിം ഇസ് ഐഷ ആൻഡ് വെൽക്കം ടു മൈ ഒട്ടും ബോറടിപ്പിക്കാതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ രാജ്യത്തെ പറ്റി. അതാകുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ കിട്ടുമല്ലോ, ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒരു ചെറിയ ഐഡിയ കിട്ടും എന്താണ് ഈ രാജ്യം എന്നതിനെ പറ്റി. സോ നമുക്കറിയാം, യൂറോപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു തണുത്ത പ്രദേശമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. അതിനെ തന്നെ നോർത്ത് സൈഡിലുള്ള ഒരു വളരെ കുഞ്ഞു രാജ്യമാണ് ലാറ്റ്വിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലാറ്റ്വിയ എന്ന് പറയുന്നതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ് ഈ എസ്റ്റോണിയ, ലിത്വേനിയ, റഷ്യ, അതുപോലെ ബലാറസ് ഇങ്ങനെയുള്ള ഷെങ്കൻ കൺട്രീസൊക്കെ. അതുപോലൊരു കുഞ്ഞു ഷെങ്കൻ കൺട്രിയാണ് ലാറ്റ്വിയ എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ സാധാരണ കളിയാക്കി പറയാറ് ഞങ്ങൾ ഇവിടുത്തെ മഞ്ചേരി അങ്ങാടി അത്രയേ ഉള്ളൂ ഈ ലാറ്റ്വിയ എന്നാണ്. അത്രയും ചെറിയൊരു കുഞ്ഞു രാജ്യമാണ് ലാറ്റ്വിയ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏകദേശം ഒരു 18 മുതൽ 19 ലക്ഷത്തോളം ആൾക്കാരുടെ ഒരു പോപ്പുലേഷനെ ആ രാജ്യത്ത് വരുന്നുള്ളൂ. ആൻഡ് അവിടെ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ലാറ്റ്വിയനും റഷ്യനുമാണ്. അപ്പോൾ ഇതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ല. ഓക്കെ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും അങ്ങനെ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന എല്ലാവരും മെയിനായിട്ടും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ അതാണ്. കാരണം ഇവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇവരുടെ ഭാഷ അറിയാത്ത കാരണം ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് വരാറുണ്ട്. മിക്കവാറും ആ പ്രശ്നം വരാറുണ്ട് ഈ ജോലിയൊക്കെ അന്വേഷിച്ചിറങ്ങൂലേ. ഇപ്പോൾ ലൈക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ പാർട്ട് ടൈം അങ്ങനത്തെ ഒക്കെ ജോലി അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് മെയിൻലി ഇവർ ചോദിക്കുക ഈ ഭാഷ അറിയോ, ആ ഭാഷ അറിയോ, അങ്ങനത്തെ റിക്വയർമെൻറ്റ്സ് ചോദിക്കും. അപ്പോഴാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യാറ്. പക്ഷേ എങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനീസും ഒരുപാടുണ്ട്. അങ്ങനെ ജോലി കിട്ടി സെറ്റിലായവരും ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഇതൊരു വളരെ ക്ലീൻ സിറ്റിയാണ്, വളരെ നല്ലൊരു സിറ്റിയാണ്. ആൻഡ് ഞാൻ താമസിക്കുന്ന ആൻഡ് ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് റിഗയാണ്. ഞാനും ഇവിടെയാണ്, ക്യാപിറ്റൽ സിറ്റി തന്നെയാണ് ഞാനും താമസിക്കുന്നത്. ഇവിടെ ഒട്ടുമിക്കം വരുന്ന എല്ലാവരും താമസിക്കുന്നത് ഈ ക്യാപിറ്റൽ സിറ്റി റിഗയെ തന്നെ ആയിരിക്കും. ആൻഡ് ഇവിടെ നമുക്കറിയാം യൂസ് ചെയ്യുന്ന കറൻസി എന്ന് പറയുന്നത് യൂറോ ആണ് ഇവരുടെ ഒരു കറൻസി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവരുടെ ക്ലൈമറ്റിക് കണ്ടീഷൻ. എന്താണ് ഇവരുടെ ഒരു ക്ലൈമറ്റ് എന്നുള്ളത്. ഇവരുടെ ക്ലൈമറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതൊരു 4 സീസൺ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന സീസൺ എന്ന് പറയുന്നത് ഓട്ടം സീസൺ, അഥവാ ഈ ഇല പൊഴിയുന്ന കാലമല്ലേ. എന്ന് വെച്ചാൽ ഏകദേശം ഒരു സെപ്റ്റംബർ തൊട്ട് നവംബർ വരെയാണ് ഇതിൻ്റെ ഒരു കാലയളവ് വരുന്നത്. ആൻഡ് അതെന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഏകദേശം വിൻ്ററിനോട് അടുത്തൊരു സീസണാണ്. അപ്പം ഭയങ്കര ചൂടുള്ളൊരു സീസണല്ല, ഒരു നോർമൽ സീസണാണ് ഓട്ടം സീസൺ എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ വരുന്നൊരു സീസണ് ഏകദേശം ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെ വരുന്ന സീസണാണ് വിൻ്റർ സീസൺ. അത് എക്സ്ട്രീം തണുപ്പായിരിക്കും. ഏകദേശം ഒരു -25-30 ഡിഗ്രി വരെയൊക്കെ പോകുന്നൊരു സീസണാണ്. ആ ഒരു സമയത്ത് വളരെയധികം ഡേ ലൈറ്റ് എന്ന് വെച്ചാൽ പകൽ വളരെ കുറവായിരിക്കും. ഇവിടെ ഏകദേശം ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ പകലുണ്ടാവുള്ളൂ. നമ്മൾ അത്രേ പകലുണ്ടാവുള്ളൂ. ബാക്കി സമയമൊക്കെ ഇരുട്ട്. മിക്കവാറും പകൽ സമയങ്ങളിലും ഇരുട്ട് തന്നെ ആയിരിക്കും. ആ ഇരുട്ട് മൂടിയൊരു ഇതായിരിക്കും വിൻ്റർ സമയത്ത് കാണാം. പിന്നെ വരുന്ന സീസൺ എന്ന് പറയുന്നത് സ്പ്രിംഗ് സീസൺ, അഥവാ ഈ പൂക്കളൊക്കെ ഉള്ള സീസൺ അല്ലേ. അത് ഏകദേശം ഒരു മാർച്ച് തൊട്ട് മെയ് വരെയാണ് ആ ഒരു സീസൺ വരുന്നത്. അത് വളരെ വളരെ ഭംഗിയുള്ളൊരു സീസണാണ്. നല്ല ക്ലീൻ ആയിട്ടുള്ള സിറ്റി ആയതുകൊണ്ട് ഇവർ നല്ല അടിപൊളിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും, ആ ഒരു ഭംഗി. ആൻഡ് ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് ഇവരുടെ ഒരു വൃത്തി. ഓൾമോസ്റ്റ് ഭയങ്കര വൃത്തിയാണ് ലാറ്റ്വിയ എന്ന് പറയുന്നത്. ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന രാജ്യം. ആൻഡ് എൻ്റെ വീട് എന്നൊക്കെ പറയുന്നത് ഇവിടെ മില്ലിൻ്റെ, നമ്മൾ പറയില്ലേ പൊടിക്കണൊക്കെ മില്ല്, അങ്ങനത്തെ മില്ലിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഈ ഒച്ച കേട്ട് വന്നിട്ട് എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര ട്രോമയായിരുന്നു. കാരണം അത്രയും സൗണ്ട് ഇല്ല. കാരണം ഇവരിവിടെ ഞാൻ പറയാം, നമ്മളെ വണ്ടിയിലൊന്നും ഹോൺ അടിക്കൂല. ഇവർ ഹോൺ അടിച്ചു എന്നർത്ഥം നമ്മുടെ ഡാഡിക്കും മമ്മിക്കും വിളിച്ചു എന്നാണ്, മനസ്സിലായത്. അതാണ് ഇവരുടെ ആ ഒരു ഹോൺ അടിച്ചു എന്നതിൻ്റെ അർത്ഥം. കാരണം അങ്ങനത്തെ ഒരു ഒച്ച പോലും ഇവിടെ ഇല്ല. അത്രയും സൈലൻറ്റുമാണ്, ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള സിറ്റിയാണ്. ആൻഡ് അടുത്തൊരു സീസൺ എന്ന് പറയുന്നത് ഇവിടെ ഇടയ്ക്ക് സമ്മർ സീസണാണ് പിന്നെ വരുന്ന സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ സമ്മർ സീസണിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിങ്ങലായിരിക്കും. ഭയങ്കര വേർത്തൊരുക്കണ ചൂടല്ല, പക്ഷെ ഒരു വിങ്ങലായിരിക്കും ആ ഒരു സീസൺ എന്ന് പറയുന്നത്. ആൻഡ് കുറച്ചൊരു മഴയൊക്കെ പെയ്യുന്ന ഒരു സീസണും കൂടിയാണ് നമുക്കിവിടെ സമ്മർ സീസണിൽ. കുറച്ചൊക്കെ ഒരു രണ്ടാവുമ്പോൾ നമുക്ക് കുറച്ച് മഴയൊക്കെ വന്നു തുടങ്ങും. ആൻഡ് പകൽ വളരെയധികം കൂടുതലായിരിക്കും. ഏകദേശം എനിക്ക് തോന്നുന്നു 18 മണിക്കൂറോളം പകലുണ്ടാവും. ലൈക്ക് ഞങ്ങളൊക്കെ ഇപ്പം നൈറ്റ് നമ്മൾ 10-11 ഏകദേശം ഒരു 12 മണി വരെ സൂര്യൻ നല്ല ഉദിച്ച് നിൽക്കുകയായിരിക്കും. ഉദിച്ച് നിൽക്കുകയായിരിക്കും. അപ്പം നല്ല വെളിച്ചത്തിൽ 12 മണി വരെ സൂര്യൻ ഉണ്ടാവും. അപ്പം നമ്മളൊന്ന് കിടന്നുറങ്ങി ഒരു 2 മണിയാകുമ്പോഴേക്കും വീണ്ടും സൂര്യൻ വന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പകൽ എന്ന് പറയുന്നത് സമ്മറിൽ.
അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ വരുന്നത് ഇവരുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ട് എന്ന് പറയുന്നത് ഇവരുടെ ഹിസ്റ്ററി എങ്ങനെ ഇവിടെ കീപ്പ് ചെയ്യുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഓൾമോസ്റ്റ് ഒരു ബിൽഡിങ്സ് ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരുടെ പണ്ടത്തെ യുദ്ധകാലത്ത് എങ്ങനെയാണ്. ഈ ഹിറ്റ്ലറിൻ്റെ ഒക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇവിടെ. അപ്പം അന്ന് ആ യുദ്ധകാലത്ത് എങ്ങനെയായിരുന്നു വീടുകളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ സെയിം ആ ഒരു എല്ലാം സെയിം ആയിട്ടാണ് അവരിപ്പോഴും സൂക്ഷിച്ചത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ അന്നത്തെ ആ കാലത്തെ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഓക്കെ, അതിൻ്റെ പുറം ഭാഗം മൊത്തം അങ്ങനെയാണെങ്കിലും ഇൻറ്റീരിയറൊക്കെ ചിലപ്പോൾ അവർ ഭയങ്കര മോഡേൺ ആക്കിയിട്ടും ടെക്നോളജിയൊക്കെ കൊണ്ടുവന്ന് അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അന്നത്തെ ഒരു പുറം ഭാഗവും പുറമോടിയൊക്കെ അതുപോലെ ഇരിക്കും. അതാണ് അവരുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു, ഞാൻ കണ്ടൊരു ഭയങ്കര അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനം അവർ അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ കണ്ടൊരു ഫാക്ട് എന്ന് പറയുന്നത് ഇവിടെ സ്ത്രീകളാണ്, ഒരുപാടധികം സ്ത്രീകളുണ്ട്. എന്ന് വെച്ചാൽ അന്നത്തെ യുദ്ധകാലത്ത് ഇവിടെ സ്ത്രീകളെ വേശ്യകളായിട്ട് നിർത്തും, പുരുഷന്മാരെ അവർ യുദ്ധത്തിനും വിടും. അപ്പം കൂടുതലും ഇവിടെ സ്ത്രീകളാണ് ബാക്കി വന്നത്. അങ്ങനെ സ്ത്രീകളുടെ എണ്ണം എന്ന് വെച്ചാൽ ഇവിടെ ബസ്സിൽ ഡ്രൈവേഴ്സ് ആണെങ്കിലും ഇവിടെ ഒരു കാഷ്യർ ആയിട്ടാണെങ്കിലും ഇവിടെ എന്താണെങ്കിലും കൂടുതലും ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന കാറുകളിലൊക്കെ മിക്കതും പെണ്ണുങ്ങളായിരിക്കും, കൂടുതലും പെണ്ണുങ്ങളായിരിക്കും ഇവിടെ എല്ലാത്തിനും മുന്നിൽ നിൽക്കുക, കാരണം അത്രയും സ്ത്രീകളാണ്. സോ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ലാറ്റ്വിയ എന്നതിനെ പറ്റി, ഒരു ചെറിയൊരു ഇൻട്രോ കിട്ടിയിട്ടുണ്ടാവും. സോ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനൊരു കൺട്രി അഥവാ ലാറ്റ്വിയ എന്തിന് ഞാൻ ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ എൻ്റെ മെയിൻ റീസൺ ഒന്നാമത്തത് ഷെങ്കൻ വിസയാണ്. ഷെങ്കൻ വിസ എന്താണ് ഷെങ്കൻ വിസ എന്ന് ചോദിച്ചാൽ, ഷെങ്കൻ വിസ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം യൂറോപ്പിലുള്ള ഒരു ഷെങ്കൻ കൺട്രീസ് എന്ന് പറഞ്ഞിട്ട് 29 രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വിസേൻ്റെ പേരാണ് ഷെങ്കൻ വിസ. അതിലൊരു രാജ്യമാണ് ലാറ്റ്വിയ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഷെങ്കൻ വിസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ 29 രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബസ്സോ കാറോ എടുത്തൊക്കെ ട്രാവൽ ചെയ്യാം. അപ്പോൾ ട്രാവൽ ഓപ്പർച്യൂണിറ്റി അത്രയധികം കൂടുതലാണ്. നമുക്ക് അത്രയും എക്സ്പ്ലോർ ചെയ്യാം അത്രയും രാജ്യങ്ങൾ. എന്ന് വെച്ചാൽ ലൈക്ക് ഇറ്റലി അതുപോലെ ഫ്രാൻസ്, സ്പെയിൻ, ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെയാണ് വലിയ വലിയ രാജ്യങ്ങളാണ് നമുക്ക് ഇങ്ങനെ വിസ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ കിട്ടുന്നത് ഈ ഒരൊറ്റ ഷെങ്കൻ വിസ ഉള്ളതുകൊണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് റീസൺ ഞാൻ ഇങ്ങനൊരു കൺട്രി ചൂസ് ചെയ്തത്. പിന്നെയുള്ളൊരു റീസൺ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ട്യൂഷൻ ഫീ ആണ്. അഫോർഡബിൾ ട്യൂഷൻ ഫീ ഇൻ ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയാണ്. കാരണം ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏകദേശം 700 വേൾഡ് റാങ്കിൽ 700 വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഈ 10-15 ലക്ഷം കൊടുത്ത് മറ്റുള്ള വലിയ കൺട്രികളിലും പോയാലും നമുക്ക് നല്ല റാങ്കുള്ള യൂണിവേഴ്സിറ്റി പഠിക്കാം. പക്ഷെ നമുക്ക് ഇത്രയും അഫോർഡബിൾ ഫീ ആവണം എന്നില്ല. ഓക്കെ, അഫോർഡബിൾ ഫീ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു ഇങ്ങോട്ട് എൻ്റെ ഫീ മുതൽ എൻ്റെ എല്ലാ ചിലവുകളടക്കം എനിക്ക് ഇങ്ങോട്ട് വരാൻ ഏകദേശം ഒരു 6 ലക്ഷത്തിൻ്റെ ഉള്ളിലേ ആയിട്ടുള്ളൂ, എല്ലാം കൂടെ അടക്കം. അപ്പം എനിക്കത് വളരെ നല്ലൊരു ബെനിഫിറ്റായിട്ട് തോന്നി, നല്ലൊരു ബോണസ് ആയിട്ട് തോന്നി. സോ അതുകൂടിയാണ് എൻ്റെ ഒരു മെയിൻ റീസൺ ഞാൻ ഇങ്ങനെ ഒരു കൺട്രി ചൂസ് ചെയ്തതിൻ്റെ. പിന്നെ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറവാണെന്ന് വെച്ചാൽ ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇത് അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം, എനിക്കൊരു 300-400 ഉണ്ടെങ്കിൽ ഞാനിവിടെ ലാവിഷ് ആൻഡ് റിച്ച് ലൈഫാണ്. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് ഷെങ്കൻ വിസ ഉണ്ട്, ഹൈ അഫോർഡബിൾ യൂണിവേഴ്സിറ്റി വിത്ത് ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് അഫോർഡബിൾ ഫീ, അതുപോലെ കോസ്റ്റ് ഓഫ് ലിവിങ് ലോ ആണ്. പിന്നെ പോരാത്തതിന് നമുക്ക് നല്ലൊരു ഷെങ്കൻ വിസ ഉണ്ട്, എത്രയോ കൺട്രീസ് എക്സ്പ്ലോർ ചെയ്യാം. പ്ലസ് ഷെങ്കൻ വിസ കൊണ്ട് വേറെ ഉപകാരമുണ്ട്, നമുക്ക് ഒരുപാട് കൺട്രീസിലോട്ട് ഓൺ അറൈവൽ വിസ ഉണ്ട്. ലൈക്ക് യു എക്ക്, ഒമാൻ, അങ്ങനത്തെ കുറേ കൺട്രീസ്, അറേബ്യൻ കൺട്രീസ്, വേറെയും ഒരുപാട് കൺട്രീസ് ഉണ്ട്. അവിടേക്കൊക്കെ ഓൺ അറൈവൽ വിസ ഇത്ര ഒരു പീരീഡിൽ ഇത്രയും ഓൺ അറൈവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ ആ രാജ്യത്ത് ചെന്നിട്ട് നമുക്ക് വിസ അവർ ചോദിക്കുമ്പോൾ എടുത്താൽ മതി. ഓക്കെ, നമുക്ക് അത്രയും ടിക്കറ്റ് എടുത്ത് ഡയറക്റ്റ് പോവാം ആ കൺട്രിക്ക്. പിന്നെ ഒരു ഓൺ അറൈവൽ വിസ എന്ന് പറയുമ്പോൾ അതിൻ്റെ നിയമങ്ങളും അതിന് കുറച്ച് കാലങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെ കൺട്രീസാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. സോ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. അത് ഞാൻ പറയുന്ന ഇൻഫർമേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ എടുക്കരുത്. UAE ഉണ്ടായിരുന്നു, പക്ഷേ അവരുടെയൊക്കെ നിയമങ്ങൾ അവർ മാറ്റുന്നുണ്ട്. സോ അതിലൊക്കെ ചേഞ്ചസും വരാം, ഏതൊക്കെ കൺട്രീസാണെന്നുള്ളത്. സോ അതൊക്കെ ചെക്ക് ചെയ്യും വേണം. അതിലൊന്നും ഞാൻ പറയുന്ന കറക്റ്റ് ഇൻഫർമേഷൻസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. ഓക്കെ, അതാണ് ഇങ്ങനൊരു ഷെങ്കൻ വിസ ഉള്ളതിൻ്റെ വേറൊരു ഉപകാരം എന്ന് പറയുന്നത്. സോ ഇത്രയും റീസൺസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഈ ഒരു കൺട്രി എനിക്ക് ചൂസ് ചെയ്തത്. കാരണം എനിക്ക് ഇങ്ങനെ എൻ്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാം, എനിക്ക് അബ്രോഡും പഠിക്കാം, പ്ലസ് എല്ലാം എനിക്ക് വേണ്ട എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് ലൈക്ക് നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ ഉമ്മ ഉപ്പ അവരുടെ ഇടയിൽ ആ ഒരു കംഫേർട്ടിൽ നമ്മുടെ ഒരു കംഫേർട്ടായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു കംഫേർട്ട് ഏരിയാസ്, ഇതിലൊക്കെയാണ് നമ്മളിങ്ങനെ നിന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെ ഒന്ന് സോൺ ഔട്ടാണ്, എന്ന് വെച്ചാൽ ഒരു കംഫേർട്ട് സോണിൽ നിന്ന് പുറത്ത് വരണം. അതായിരുന്നു എൻ്റെ ഒരു
രണ്ടാമത്തെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ്, ഒരു പേഴ്സണൽ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള എൻ്റെ എല്ലാ റീസൺസും റിക്വയർമെൻറ്റ്സും ഒക്കെ മീറ്റ് ചെയ്തപ്പം ഇതായിരുന്നു ഞാൻ ചൂസ് ചെയ്തൊരു റീസൺ ഫോർ കമ്മിങ് ടു ദിസ് കൺട്രി എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു. അടുത്ത വീഡിയോസ് ഇനി ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.